ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ബെനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ CBL വള്ളംകളി ഇന്ന് തുടങ്ങുകയാണ്. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ ബൈക്കിലാണ് ആലപ്പുഴയ്ക്ക് പോയിട്ട് വന്നു. ഭയങ്കര മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. കണ്ണിലെല്ലാം ഒരു ജീവികളൊക്കെ വീണ് കണ്ണൊക്കെ ഒരു പരുവത്തി ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ CBLൻ്റെ ആദ്യ മത്സരം ഇന്ന് താഴത്തങ്ങാടി നടക്കുവാണ്. ഇപ്പോൾ താഴത്തങ്ങാടിയിലേക്ക് പോകാനായിട്ട് നമുക്കറിയാം, നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി നെഹ്റു ട്രോഫി മത്സരിച്ച ഒരു ടീമായിരുന്നു ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ്. അപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ നമ്മൾ CBLനുള്ള യോഗ്യത നേടി. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വള്ളംകളിയുടെ ക്യാമ്പ് നടന്ന കിടങ്ങറ സെൻറ്റ് ഗ്രിഗോറിയസ് ചർച്ചിൻ്റെ മുമ്പിലാണ്. അടുത്ത ആഴ്ച പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ബസ്സിൽ താഴത്തങ്ങാടിയിലാണ് ആദ്യത്തെ കളി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലെയേഴ്സുമായിട്ട് താഴത്തങ്ങാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ CBLൻ്റെ ആദ്യ മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോഴും അവിടുത്തെ കാഴ്ചകളും നമ്മുടെ യാത്രയും അവിടുത്തെ മത്സരവും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ആൾക്കാർ വീഡിയോസിൻ്റെ ഒക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, CBL എന്താ തുടങ്ങുന്നത്, വള്ളംകളി എന്തായി, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് എന്തായി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ മത്സരങ്ങളും പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക്. ഹലോ ഗൈസ്, അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി നെഹ്റു ട്രോഫിയിൽ മത്സരിച്ച് CBL യോഗ്യത നേടിയെടുത്ത് ആദ്യത്തെ തവണ തന്നെ CBL യോഗ്യത നേടിയെടുത്ത നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് നമ്മുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ കിടങ്ങറ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ അവിടെ നമ്മുടെ 2 ബസ്സുകൾ വന്നു. നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം ഇങ്ങോട്ട് എത്തും. കുറച്ച് ആൾക്കാർ നേരിട്ട് താഴത്തങ്ങാടിയിൽ എത്തിച്ചേരും. ആദ്യത്തെ കളി നടക്കുന്നത് നമ്മുടെ ജില്ലയായ കോട്ടയം ജില്ലയിൽ തന്നെ താഴത്തങ്ങാടി വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ വന്നിരിക്കുന്ന പ്ലെയേഴ്സിനെ എല്ലാം കൊണ്ടുപോകാനുള്ള ബസ്സെല്ലാം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ആ ബസ്സിലേക്ക് കയറി ഒരു രാവിലെ ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ വള്ളം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സബ് കമ്മിറ്റി അംഗങ്ങളെല്ലാം നമ്മുടെ വരുന്ന പ്ലെയേഴ്സിന്റെ എല്ലാം ലിസ്റ്റൊക്കെ എടുത്ത് അവരുടെ പേരും കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യുവാണ്. അങ്ങനെ ആദ്യത്തെ ബസ് നമുക്ക് നിറച്ച് ആ ബസ് പറഞ്ഞു വിട്ടിട്ട് വേണം അടുത്ത ബസ്സിൽ ബാക്കി വരുന്ന ആൾക്കാരും കൂടെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് തുഴയാനായിട്ടുള്ള ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ വർഷമായിട്ട് ഫോം ചെയ്ത നമ്മുടെ ബോട്ട് ക്ലബ്ബാണ്. അങ്ങനെ ബസ്സിനുള്ളിലോട്ട് കയറി നോക്കണം എത്ര പേരൊക്കെ ഉണ്ടെന്ന്. കയറി പോകാൻ മച്ചാനെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എണ്ണം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എണ്ണമൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ കൂടി ആലോചിക്കുകയാണ്. നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജപ്പൻ ചേട്ടൻ, നമ്മുടെ മറ്റേ പോലീസ് സന്തോഷ് സാറ്, അതോടൊപ്പം നമ്മുടെ ജെയിംസ് ഊട്ടി ചേട്ടൻ, കൊച്ചുമോൻ ചേട്ടൻ, ദാസ് ചേട്ടൻ, ഇവരെല്ലാവരും കൂടെ നമുക്കുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഉള്ളവരെ നിറയ്ക്കുവാണ്. ആ ബസ്സിലേക്ക് ഫുള്ള് നിറച്ചതിന് ശേഷം ആ ബസ് ഉടൻ തന്നെ പറഞ്ഞു വിടാനായിട്ടുള്ള നടപടി എടുക്കണം. തോമസ് ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ലിസ്റ്റെല്ലാം എടുത്ത് കാര്യങ്ങളെല്ലാം സെറ്റായി നമുക്ക് വണ്ടിയിലോട്ടൊന്ന് കയറി നോക്കാം. ഏകദേശം ബസ് നിറഞ്ഞെന്ന് തോന്നുന്നു. യെസ്, ആ ബസ് നിറയെ നമ്മുടെ തുഴച്ചിലുകാരായി നമ്മുടെ സുബീഷ് ചേട്ടൻ അവിടെ നിന്ന് എണ്ണമൊക്കെ എടുത്തു. ഇപ്പോൾ ടോട്ടൽ ആ ബസ്സിൽ 50 പേർക്ക് അടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ബസ് പറഞ്ഞു വിടാം. ബാക്കിയുള്ളവരെ കൊണ്ട് അടുത്ത ബസ്സിൽ നമുക്കൂടെ കയറി പോവാം. അങ്ങനെ ആദ്യത്തെ ബസ് പോയി. നമ്മൾ രണ്ടാമത്തെ ബസ്സിലേക്ക് അങ്ങനെ കയറുന്നു. നമ്മുടെ ആൾക്കാരെല്ലാം അതിന് തിരിപ്പുണ്ട്. അവരോട് ചോദിക്കാൻ കുറെ കാര്യങ്ങൾ. തിരക്കാണോ? നമ്മൾ വീണ്ടും ഒന്നിക്കുകയാണ്. CBLന്റെ ആദ്യത്തത് നമ്മുടെ ആദ്യത്തെ അനുഭവം. നമ്മുടെ ആദ്യത്തെ അനുഭവം മാത്രമല്ല, ഈ വർഷത്തെ ആദ്യത്തെ മത്സരം നടക്കുന്നത് താഴത്തങ്ങാടിയിലാണ്. അവിടോട്ട് പോവുക. നമ്മുടെ ജില്ലയിലാണ്. ചങ്ങനാശ്ശേരി ഉഷാറാണോ? നമ്മുടെ തുഴച്ചിക്കാരെല്ലാരും വന്നു. നമ്മുടെ ക്യാപ്റ്റൻസും എല്ലാരും വന്നു. അതേണ്ടേ, ലീഡിംഗ് ക്യാപ്റ്റൻ ഭയങ്കര തിരക്കില്ല. ഉഷാറാണോ? ഉഷാറായിട്ട് കുറെ കാലമായി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് താഴത്തങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വലിയ ദീവാഞ്ചി ഓൾറെഡി അടിപൊളിയായിട്ട് അവിടെ കിടപ്പുണ്ട്. വള്ളം നല്ല കണ്ടീഷനിലാണ് കിടക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. വള്ളം എനിക്ക് തോന്നുന്നു ചെറിയ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വള്ളം ഒന്ന് മുറുക്കി നല്ല പൊങ്ങിയാണ് വെള്ളം കിടക്കുന്നത്. അപ്പോൾ രമേശ് ചേട്ടാ, എന്താണോ പറയാനുള്ളത്? നമ്മളെ തകർക്കലേന്നു കളി ഉച്ച കഴിഞ്ഞ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന വള്ളങ്ങളെല്ലാം കാര്യമായിട്ടുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വള്ളങ്ങളുടെയൊക്കെ പ്രാക്ടീസ് നിങ്ങളെ കാണിക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വള്ളങ്ങളൊക്കെ ഇതിലുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെല്ലാം വള്ളങ്ങളോട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ പ്രാക്ടീസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അടിപൊളി ഒരു സ്റ്റൈലിൽ ഒരു വള്ളം പോകുന്നു. നമ്മുടെ കുഞ്ചിരേ ചേട്ടനും രമേശ് ചേട്ടനും ഒക്കെ ഇരിക്കുന്നു. അവരോട് ചോദിക്കുക വള്ളത്തെക്കുറിച്ച്. വളരെ നല്ലൊരു വള്ളമാണ്. നേരത്തെ നടന്നതിനെ കൊണ്ട് പറയുകയല്ലോ. അല്ല, അത് വലിയ ദിവഞ്ചേക്കാൾ തലയെടുപ്പുണ്ടോ? രമേശ് ചേട്ടാ എന്താ പറയാനുള്ളത്? നമ്മൾ പറഞ്ഞത് തന്നെ. അതെന്താ പറ. അങ്ങനെ പ്രാക്ടീസൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ പ്ലെയേഴ്സിനെ എല്ലാം റെഡിയാക്കി നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി. നമുക്കുള്ള ആഹാര സാധനങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ചോറും മീൻകറിയും അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും ബീട്രൂട്ട് അച്ചാറും മോരുകറി എല്ലാം കൂടെ കൂട്ടി സൂപ്പർ ഫുഡൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലെയേഴ്സിനെ എല്ലാം ഫുഡ് കഴിപ്പിക്കുക, അവരുടെ യൂണിഫോം ഡ്രസ്സും എല്ലാം ചേഞ്ച് ചെയ്യിക്കുക, വള്ളത്തെ കയറ്റി നമ്മുടെ പ്ലെയേഴ്സിനെ അവിടെ 2-3 പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യിച്ചൊന്ന് സെറ്റാക്കുക. അപ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം തുഴയൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാം. നമുക്ക് ആദ്യം എല്ലാവർക്കും ഫുഡ് കൊടുക്കാം. എനിക്കും കഴിക്കണം, രമേശ് ചേട്ടൻ, നമ്മുടെ എല്ലാ ആൾക്കാർക്കും കഴിക്കണം. ഇപ്പോൾ രമേശ് ചേട്ടൻ കറിയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഫുഡൊക്കെ കഴിച്ച് പ്ലെയേഴ്സൊക്കെ ഒരുങ്ങിക്കൊണ്ടിരുന്ന വീണ്ടും ഈ വള്ളംകളിയുടെ ആവേശം എന്ന് പറഞ്ഞാൽ ഈ കളിക്ക് മുമ്പ് എല്ലാ വള്ളങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയുന്ന കാണാനായിട്ടാണ്. അപ്പോൾ ഞാൻ വീണ്ടും അവിടുന്ന് പതിയെ നടന്ന് നമ്മുടെ ഈ വള്ളം കളി നടക്കുന്നിടത്തേക്ക് വന്ന ഒരു ചേട്ടൻ അടിച്ച് ഫിറ്റായിട്ട് അവിടെ കിടപ്പുണ്ട്. എണീക്കാൻ പോയി. പതിയെ എണീറ്റിട്ടുണ്ട്. കുറേ നേരമായിട്ട് ആ ചേട്ടൻ അവിടെ കിടക്കുവാണ്. ചേട്ടൻ്റെ മുഖമൊന്നും കാണിക്കുന്നില്ല, മോശമല്ലേ. ഇപ്പോൾ ചേട്ടനൊക്കെ ഉഷാറായിട്ട് എണീറ്റ് വരുന്നുണ്ട്. കളി തുടങ്ങാറായതിൻ്റെ ഞാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ വള്ളം തേണ്ട കിടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ CBCയുടെ തുഴയും പങ്കായും ഇടിയനും എല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട്. വള്ളം നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട്. ഇനി നമ്മുടെ പ്ലെയേഴ്സ് കയറി ഒന്ന് തുഴഞ്ഞാൽ മാത്രം മതി. വള്ളത്തിൻ്റെ നോട്ടക്കാരൻ ചേട്ടൻ പങ്കായൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുവാണ്. നമ്മുടെ വള്ളം അടിപൊളി സൂപ്പറാണ്. വലിയ ദിവാൻജി എല്ലാവർക്കും അറിയാം. നമ്മൾ കുറേ നാൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുറേ വീഡിയോസ്, വലിയ ദിവാൻജിയുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഒരുക്കങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ പ്ലെയേഴ്സിനെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി നിർത്തുവാണ്. എല്ലാം സെറ്റപ്പായിട്ട് നിർത്തുവാണ്. നമ്മുടെ ജേഴ്സിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ ജേഴ്സിയിലല്ല കളിക്കേണ്ടത്. CBLന് വേണ്ടി പ്രത്യേകം ജേഴ്സി അവർ തരുന്നുണ്ട്. അതിലാണ് കളിക്കേണ്ടത്. അപ്പോൾ വള്ളക്കാരെല്ലാം കയറാൻ തുടങ്ങി. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മുടെ പങ്കായോ ഒന്നാം തൊഴ ഇടിയനും ഒക്കെ കയറി അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ രീതിയിൽ മാത്രം വള്ളത്തിലോട്ട് എപ്പോഴും കയറത്തുള്ളൂ. ആർപ്പൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വള്ളത്തിലോട്ട് കയറ്റുവാണ്. താഴെയും വെള്ളം, മേലിലും വെള്ളം, ഉള്ളിലും വെള്ളം. അതാണ് വള്ളം കേട്ടോ. അപ്പോൾ നമ്മുടെ വള്ളത്തിൽ തുഴച്ചിലുകാരൊക്കെ ഇങ്ങനെ കയറിയിരുന്നു. മുഴുവൻ ആൾക്കാരും കയറിയിട്ടില്ല. ഇനിയും കുറച്ച് ആൾക്കാരോട് കയറാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുഴഞ്ഞൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് ആൾക്കാർ കരയ്ക്കൊക്കെ നിൽപ്പുണ്ട്. അവരെയും കൂടെ കയറ്റണം. അപ്പോൾ നമ്മുടെ ഈ യൂണിഫോം ഇതെല്ലാം മാറും. കളി തുടങ്ങി കഴിയുമ്പോൾ യൂണിഫോം എല്ലാം മാറും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം നമ്മുടെ വള്ളം എങ്ങനെ പോകുന്നു എന്നൊക്കെ ഒന്ന് കണ്ട് സെറ്റായിട്ട് വരാം. എല്ലാ വള്ളങ്ങളും വീണ്ടും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ഈ കേരളത്തിലെ ജലരാജാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. കാര്യം നെഹ്റു ട്രോഫിയിൽ ഏറ്റവും ആദ്യത്തെ 9 സ്ഥാനം നേടിയ വള്ളങ്ങൾ മാത്രമാണ് ഇവിടെ കളിക്കാൻ വരുന്നത്. അതുകൊണ്ട് മോശം തുഴച്ചിലുകാരോ മോശം വള്ളങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല സൂപ്പർ വള്ളങ്ങളാണ്. അപ്പോൾ നമ്മളേതായാലും നെഹ്റു ട്രോഫിയിലെ 9ാം സ്ഥാനത്താണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളാണ് ഏറ്റവും ബോർഡർ ലൈനിൽ നിൽക്കുന്ന വള്ളം. എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ട് മത്സരങ്ങൾ എങ്ങനെ പോകുന്നു നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം CBLൻ്റെ ഔദ്യോഗിക ജേഴ്സിയിലേക്ക് മാറുകയാണ്. നമുക്ക് റെഡ് കളർ ജേഴ്സിയാണ് കിട്ടിയിരിക്കുന്നത്, ബ്ലൂ കളർ നിക്കറും. അപ്പോൾ അതിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ ലുക്ക് പിന്നെയും ഭയങ്കരമായിട്ട് മാറും. നമ്മുടെ ക്ലബിൻ്റെ ജേഴ്സിയൊക്കെ മാറ്റി എല്ലാവരും CBL തന്ന ജേഴ്സിയിലേക്ക് മാറുകയാണ്. കണ്ടില്ലേ, ഇപ്പം തന്നെ കളറെല്ലാം മാറി. അപ്പോൾ ഇനി ബാക്കി കയറാനുള്ളവരോടൊക്കെ കയറി നമ്മളൊരു ഫൈനൽ റിഹേഴ്സലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇനി മാസ്റ്ററിലൊക്കെ ഉണ്ട്. അതിനുശേഷം കളി വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും. UBC തലവടി ചുണ്ടൻ.
അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇനി ജേഴ്സി ഇട്ടിട്ടായിരിക്കും ഈ വഴി കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ ഏകദേശം സ്റ്റാർട്ടിംഗ് പോയിന്റിന് അടുത്തായിട്ട് ഇവിടെ കിടന്നത്. നമുക്ക് വള്ളങ്ങളുടെ ഫിനിഷിങ് കാണാനായിട്ട് ഭാഗ്യം ഉണ്ടായിരിക്കത്തില്ല എൻ്റെ വീഡിയോയിൽ കൂടെ. എന്തായാലും നമുക്ക് ഈ ഏകദേശം ഒരു തുടക്കത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും കൂടുതലും കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ വള്ളങ്ങളും പ്രാക്ടീസ് നമുക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കാം, ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ള ഫേവററ്റ് വള്ളങ്ങളെല്ലാം അവരുടെ ജേഴ്സിയിൽ വരുന്ന കുറച്ച് വീഡിയോസും കൂടെ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കളി തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. വള്ളാതുരുത്തിയാന്ന് ഉണ്ടാവും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ വള്ളംകളിയുടെ ആരംഭം ഉടൻ തന്നെ ഉണ്ടാവും. നമ്മുടെ മാസ് ഡ്രില്ല് കഴിഞ്ഞിരിക്കുകയാണ്. ഡ്രില്ലിന് ശേഷമാണല്ലോ നമ്മുടെ കളി തുടങ്ങേണ്ടത്. അപ്പോൾ മാസ് ഡ്രില്ല് കഴിഞ്ഞിട്ട് ചുണ്ടൻവള്ളങ്ങളെല്ലാം റിവേഴ്സ് കയറി വരും നമുക്ക് കാണാൻ പറ്റും. എല്ലാ ചുണ്ടൻവള്ളങ്ങളെയും നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് ഉടനെ തന്നെ എല്ലാ ചുണ്ടൻവള്ളങ്ങളും കാണാൻ പറ്റും. ആദ്യം ചെറുവള്ളങ്ങളുടെ മത്സരമായിരിക്കും നടക്കുന്നത്. അതിനുശേഷമാണ് ചുണ്ടൻവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരവും അവസാന ഭാഗത്തിൽ ഫൈനലും നടക്കും. അപ്പോൾ എന്തായാലും ഈ വള്ളങ്ങളെല്ലാം നേണ്ട പോകുന്നു. നമ്മുടെ വലിയ ദിവാഞ്ചി നമ്മുടെ വള്ളം കണ്ടില്ലേ, ഇപ്പം നിറഞ്ഞ് ചുവപ്പ് കളറിൽ അടിപൊളിയായിട്ട് നല്ല വൈബായി. ഇപ്പോഴാണ് സെറ്റായത്. മുഴുവൻ ആൾക്കാരും കയറി കഴിഞ്ഞപ്പോഴാണ് വള്ളം കാണാനൊരു ഭംഗിയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പുതിയ യൂണിഫോം നമുക്ക് കിട്ടി. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഫേവററ്റ് വള്ളം വലിയ ദിവാൻജിയുടെ ഫേവററ്റ് ആയിട്ടുള്ളവർ കാണും. മറ്റ് 8 വള്ളങ്ങൾ മറ്റുള്ള വള്ളങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ക്ലബ്ബുകളുടെയും ഫാൻസ് കാണും. അങ്ങനെ ആ വള്ളങ്ങളെല്ലാം നേണ്ട നിങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം കളി തുടങ്ങുന്ന സെറ്റിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ കളി ആരംഭിക്കുവാണ്. വെപ്പ് വള്ളങ്ങളുടെ കളിയാണ് നമുക്ക് ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ വെപ്പ് വള്ളങ്ങളുടെ കളി തുടങ്ങിയതിന് ശേഷം വെപ്പ് വള്ളങ്ങളുടെ 2 or 3 ഹീറ്റ്സ് ഉണ്ടാവും. അതോടൊപ്പം ഇരുട്ടുകുത്തിയാണ് അതിന് ശേഷം. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഈ വിഷ്വൽസൊക്കെ പെട്ടെന്ന് കാണിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളുടെ കളിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ കളി തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 3 ഹീറ്റ്സ് തീരുമാനമായിട്ടുണ്ട്. അതൊക്കെ ഓരോ ഹീറ്റ്സും തുടങ്ങാൻ നേരം ഞാൻ കൃത്യമായിട്ട് ഏതൊക്കെ വള്ളങ്ങളാണെന്നും പറഞ്ഞു. താളമൊക്കെ വല്ലയിടത്തോട്ടാണല്ലോ അടിക്കുന്നത്. ഇരുട്ടുകുത്തിയ നല്ല കിടില തുഴച്ചില്ല. ഓ അടിപൊളി കേട്ടോ, സൂപ്പർ തുഴച്ചില്ല. പോകുന്ന പോക്ക് കണ്ടോ രമേശ്? ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഈ ആവേശം മൂത്തിരി ചേട്ടൻ വെള്ളത്തിൽ ചാടുകയാണ്. ചേട്ടൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാറായി, വയ്യാതായി. ആണ്ട് ആൾക്കാർ പോലീസ് ആണ്ട് സൈഡിൽ തൂക്കിയിട്ടുകൊണ്ട് പോവാണ്, രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാണ്. ഈ മദ്യപിച്ചൊക്കെ പോകുന്നവരായോണ്ടായിരിക്കും ചിലപ്പോൾ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞ് കുഴഞ്ഞു പോകുന്നപ്പോൾ ആരും വള്ളംകളി കാണാൻ പോകുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ചാടില്ല. ചേട്ടനെ ഒരു വിധത്തിൽ പോലീസുകാർ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അടുത്തായിട്ട് ഗൈസ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഈ വെപ്പ് വള്ളം ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ അത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്
ആയിട്ടുള്ള വീഡിയോസ് കാണിക്കാം. ഇതെന്തോ ദാനിയല്ലോ. ആണോ? നീ പറ, ശരിയാണോ? ഇത് കണ്ടില്ല, ഇവരുടെ റേറ്റിംഗ് വളരെ ഞാൻ പറഞ്ഞില്ലേ, അവർ ആ റേറ്റിംഗ് തുഴയത്തില്ല. തുരുത്തിത്തറയാ. അങ്ങനെ ഗെയ്സ് ചുണ്ടൻവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. മേൽപ്പാടം, നടുഭാഗം, വള്ളങ്ങളാണ്. ഒന്നാം ട്രാക്കിൽ ഇങ്ങേ അറ്റത്ത് കാണുന്ന മേൽപ്പാടം, നടുക്കത്ത് നടുഭാഗം, അങ്ങേറ്റത്ത് ചമ്പക്കുളം. വളരെ യാദൃശ്ചികമായിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഇത് വീഡിയോ ഞാൻ കളി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വോയിസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ ഒരു വലിയ പ്രശ്നം ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ പോവാണ്. നിങ്ങൾ കളി കണ്ടവർക്കൊക്കെ അറിയാം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ആ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നടുഭാഗമാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് പോകുന്നത്. KTBC ആണ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് അത് തുഴയുന്ന. വൈറ്റ് കളർ ജേഴ്സി നല്ല രീതിയിൽ തന്നെ വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മേൽപ്പാടവും ചമ്പക്കുളവും നല്ല രീതിയിൽ മത്സരം നടന്നു പോകുന്നു. ഇപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇരുട്ട് പോലെ ആയിപ്പോയി, കാലാവസ്ഥ ഇച്ചിരി ഡൗൺ ആയിപ്പോയി. എന്തായാലും ആദ്യത്തെ ഹീറ്റ്സിലെ മത്സരമാണ് ഈ നടക്കുന്നത്. ഇതിന് ശേഷം മഴ ശക്തമായിട്ട് പെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയത്തിന് ശേഷമാണ് രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ പിന്നെ തുടങ്ങുന്നത്. മഴ അതിശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി പതിയെ. ഇവർക്കാ പാട്, ഇങ്ങനെ അറ്റക്കാർക്ക്. അവിടെ താഴ്ചയാണ്, അവർക്ക് ട്രാക്ക് നേരെയാണ്. അങ്ങനെ മഴ ഭയങ്കര ശക്തമായി. ഞാനൊക്കെ അവിടെ കണ്ട ഒരു കടയിൽ കയറി നിൽക്കുവാണ്. അവിടെ കടയിലെ ചേച്ചിമാരൊക്കെ ആ മഴ കാരണം അവരുടെ കച്ചവടം തടസ്സപ്പെടാതിരിക്കാൻ അവരെല്ലാം തുണിയൊക്കെ കെട്ടി വെള്ളം അടിച്ച് കയറാതിരിക്കാനായിട്ട് ചെയ്യുവാണ്. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റാർട്ടർ ഇലക്ട്രോണിക് സ്റ്റാർട്ടർ ആയതുകൊണ്ട് തന്നെ ഈ മഴയത്ത് നമുക്ക് കളി നടത്താനും പറ്റില്ല. അത് മാത്രമല്ല വിസിബിലിറ്റി വളരെ കുറവായിരിക്കും. തുഴയുന്ന ആൾക്കാർക്ക് മുന്നോട്ട് കാണാനൊന്നും പറ്റാത്ത രീതിയിലായിരിക്കും പോകുന്നത്. അതിശക്തമായിട്ടുള്ള മഴ പെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വള്ളങ്ങളൊക്കെ അവിടെ കുറേ നേരം അവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വള്ളങ്ങളൊക്കെ കരയ്ക്കൊക്കെ അടുപ്പിച്ചു. അപ്പോൾ മഴ മാറിയതിന് ശേഷം ബാക്കി കളി നടക്കും ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുവാണ്. അപ്പം മഴക്കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെയാണ്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ ഒരു തുള്ളിക്കൊരു കുടം എന്നുള്ള രീതിയിലാണ് മഴ പെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിൽ നമ്മുടെ നാട്ടിൽ നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ മഴയിൽ ഞാൻ ബൈക്കിൽ ആലപ്പുഴയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പെട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും ഈ മഴയ്ക്ക് ശേഷം കളി തുടങ്ങും.
അങ്ങനെ മഴ മാറി കളി തുടങ്ങാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സിൽ നമ്മുടെ വള്ളം മത്സരിക്കാനായിട്ടുള്ള വള്ളങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നീങ്ങി. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. നമ്മുടെ വള്ളംകളിയുടെ ഒഫീഷ്യൽ അമ്പയേഴ്സൊക്കെ ഞാൻ നിന്നതിൻ്റെ അടുത്ത് വന്നൊരു ചായയൊക്കെ കുടിക്കും. എല്ലാവർക്കും തണുപ്പൊക്കെ അടിച്ചു, അതുകൊണ്ട് ചായയൊക്കെ കുടിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഹീറ്റ്സ് തുടങ്ങാൻ പോവാണ്. നമ്മൾ നമ്മുടെ വള്ളത്തിൻ്റെ പെർഫോമൻസ് നോക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ്. എന്തായാലും വള്ളം നേണ്ട റെഡിയായി എല്ലാവരും കൂടെ പോകുന്നുണ്ട്. നല്ല ഉഷാറായിട്ടാണ് ആൾക്കാർ പോകുന്നത്. പക്ഷേ നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ഈ കന്നി അംഗക്കാരാണ്. പക്ഷേ എവിടെ ചെന്നാലും നമ്മൾ മത്സരിക്കുന്ന ഏറ്റവും ശക്തരായ വള്ളങ്ങളോട് തന്നെയാണ്. നമ്മൾ നെഹ്റു ട്രോഫിയിൽ നമ്മുടെ ഹീറ്റ്സിൽ തന്നെ മത്സരിച്ചത് ആദ്യ സ്ഥാനം നേടിയ കാരിച്ചാൽ ചുണ്ടോടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒന്നാമത്തെ ട്രാക്കിൽ വിയപുരം, രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ വലിയ ദിവാഞ്ചി. വിയപുരവും കാരിച്ചാലും തമ്മിലാണ് ശക്തമായ മത്സരം നെഹ്റു ട്രോഫിയിൽ നടന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് കൂട്ടരോടും നമ്മൾ ഈ ഹീറ്റ്സിൽ പിടിച്ചു നിൽക്കുമെന്നുള്ള പ്രതീക്ഷ വളരെ കുറവാണ്. കാരണം നമ്മൾ ആ രീതിയിലുള്ള പരിശീലനമൊന്നും നടത്തിയിട്ടില്ല. നമ്മൾ കന്നി അംഗക്കാരായതുകൊണ്ട് തന്നെ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും ഈ വർഷം മുതിരുന്നില്ല. മുന്നോട്ട് നമുക്ക് വലിയ ശക്തമായിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ട്. 5 തവണ നെഹ്റു ട്രോഫി അടുപ്പിച്ച് നേടിയ കാരിച്ചാലാണ് നടുക്കത്തെ ട്രാക്കിൽ കൂടെ തുഴയുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ വിയപുരമാണ് ഈ ഇങ്ങേ സൈഡിലത്തെ ട്രാക്കിൽ കൂടെ വരുന്നത്. നമ്മളാണ് അങ്ങേ അറ്റത്തോടെ റെഡ് ജേഴ്സി. അപ്പോൾ ഈ ബ്ലാക്ക് ജേഴ്സി വിയപുരം, ഓറഞ്ച് ജേഴ്സി കാരിച്ചാൽ, റെഡ് ജേഴ്സി വലിയ ദിവാഞ്ചി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ്. അങ്ങനെ വള്ളം കളി അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. ശക്തമായ മത്സരം അവർ രണ്ടുകൂടെ തമ്മിലുണ്ട്. നമ്മൾ ഇവർ രണ്ടുമായിട്ട് അതിശക്തമായിട്ടുള്ള മത്സരമൊന്നുമില്ല. നമ്മൾ മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് ദൂരമായപ്പോൾ തന്നെ നമ്മുടെ വള്ളം കുറച്ച് പിന്നിലായിരുന്നു. പക്ഷെ അവർ കുഴപ്പമില്ലാതെ ഒഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു വള്ളം പറയുന്നത് നടക്കത്തെ വെള്ളം കയറ്റി വെക്കുന്നുണ്ടോ? ഒന്നാമര ട്രാക്കിലോട്ട് വരും. ഓ, ഇവർ വള്ളം ഇച്ചിരി ഇങ്ങോട്ട് വെട്ടി. ഏതാ ഇങ്ങാപ്പുറത്ത് ഭയങ്കര കൊടുമ്പളാണ്. അത് ഇങ്ങാപ്പുറത്തോട്ട് കയറ്റി വെക്കണം. മറ്റവൻ അങ്ങാപ്പുറത്ത് അതിനകത്ത് കയറ്റി വെക്കാമായിരുന്നു. എന്നാലും കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തൊരു കയറ്റി വെക്കാൻ മറ്റേ ഇങ്ങാപ്പുറത്തൊക്കെ കയറ്റി വെച്ചിരുന്നെങ്കിൽ എപ്പോഴത്തോടൊപ്പം വിജയപുരം. അങ്ങേറ്റത്തി കിടക്കണമുള്ള ചങ്ങനാശ്ശേരി വലിയ ദിവാഞ്ചി. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹീറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. തലവടി ചുണ്ടൻ, പായിപ്പാടൻ, നിരണം, ഈ 3 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. നിരണം അങ്ങേയറ്റത്താണ്. നിരണത്തിൽ നിരണം ബോട്ട് ക്ലബ്, തലവടി ചുണ്ടനുണ്ട്, അതുപോലെ തന്നെ പായിപ്പാടൻ ചുണ്ടനുണ്ട്. പായിപ്പാടൻ എനിക്കൊന്ന് മഞ്ഞ ജേഴ്സിയിലാണ് ഈ നമ്മുടെ മൂന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. അങ്ങനെ 9 വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ് വരുന്ന 3 സമയങ്ങളെ തിരഞ്ഞെടുത്ത് ആ 3 വള്ളങ്ങൾ തമ്മിലാണ് ഫൈനലിൽ മാറ്റുരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫിനിഷിംഗ് വരെയുള്ള വിസിബിലിറ്റി ഇല്ല. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിനിഷിംഗ് വരെയുള്ള വിസിബിലിറ്റി കിട്ടാമെന്ന് പറഞ്ഞ പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് അറിയാം. നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഉടനെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ വള്ളംകളി അതിശക്തമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നടുക്കുള്ള വള്ളം കുറച്ച് പുറകോട്ട് പോയി. അപ്പുറം ഇപ്പുറമുള്ള 2 വള്ളങ്ങൾ തമ്മിലാണ് കാര്യമായിട്ടുള്ള മത്സരം നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വള്ളംകളിയുടെ ഫൈനൽ ഹീറ്റ്സ് കാണാം. വളവിൻ്റെ കാര്യം കയറുന്നു. ഈ വെള്ളമില്ലേ, ഈ നടക്കത്തെ വെള്ളമില്ലേ, അങ്ങോട്ട് കയറ്റി വെക്കണം. പഴയ തലമുറയുടെ വള്ളംകളിയെ കുറിച്ച് പണിക്ക് പോയിട്ട് ഞങ്ങൾ കയറുക. കട്ട കുത്തിയേച്ച് മണ്ണ്
വാരിയാണ് മണ്ണ് വാരി രണ്ട് പൊറോട്ടായും കിട്ടും, ഒരു ഈ വളർത്തുകോഴിയുടെ മുട്ടയും കിട്ടും. അത്രേ ഉള്ളു. ഇന്ന് ആ പൈസയുടെ കളിയാ. പിന്നെ അപ്പൊ ആത്മാർത്ഥ ഇല്ലല്ലേ? ഞങ്ങൾ അങ്ങോട്ട് പിരിവ് കൊടുത്താണ് വെള്ളം കൊടുക്കുന്നത്. ഈ നടുഭാഗം തന്നെ ഇവരുടെ നടുഭാഗം ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങളിവിടെയാ പണിക്ക് പോയിട്ട് വന്നിട്ടാ തൊഴിഞ്ഞോണ്ടിരുന്നത്. പിന്നെ എവിടെയാ ഓടി വന്ന പോയി ആ വള്ളത്തറ ഇതൊക്കെ ഇല്ലേ, അത് ഞങ്ങൾ പെട്രോളിൽ പോക്കിയതാ. ഇന്നങ്ങനെ ഇല്ല. കൊണ്ടോടി പെട്രോൾ ഇന്ന് രാജകീയ പദവിയില്ലേ? പിന്നെ 1000 രൂപയൊക്കെ 1000 അല്ല 2500 തോറ്റുപോയല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടുഭാഗം ചുണ്ടൻ KTVC കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ അവർക്ക് എന്തോ ബുദ്ധിമുട്ട് സംഭവിച്ചു എന്ന പേരിൽ അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ വള്ളം ക്രോസായിട്ട് ഇട്ടിട്ട് അവർ പ്രതിഷേധിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആയിരക്കണക്കിന് കാണികളും ലക്ഷക്കണക്കിന് രൂപ മുടക്കി പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന വള്ളങ്ങൾ ഇവരിങ്ങനെ പ്രതിഷേധിക്കുന്നതിൻ്റെ പേരിൽ ഈ കളി തന്നെ തടസ്സപ്പെടുവാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഇരുട്ടാവും, പിന്നെ കളി നടത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും ഇത് ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്, ഇതിന് എന്താണ് പറയേണ്ടത്, നല്ലതെന്നോ മോശമെന്നോ ഒക്കെ പറഞ്ഞാൽ പല രീതിയിലായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. ഇവർക്ക് നെഹ്റു ട്രോഫിയിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷേ അത് മോശം അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിങ്ങനെ ഒരു കളിയെ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിക്കൊണ്ടാണോ അതിന് പ്രതികരിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. അവരാ വള്ളം ഇപ്പോഴും ക്രോസായിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ഇങ്ങനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അവർ തുടങ്ങിയപ്പോൾ മഴയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ഫൈനലിലേക്കുള്ള ടൈം കിട്ടാഞ്ഞത്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ആ വള്ളംകളി അങ്ങനെയായി. എന്തായാലും ഇത്രയും ആൾക്കാരുടെ അധ്വാനം, 9 ചുണ്ടൻ വള്ളങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലബ്ബുകൾ, സംഘടനകൾ എല്ലാം ലക്ഷങ്ങൾ മുടക്കി പ്രാക്ടീസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഗൈസ് വള്ളംകളി ഇങ്ങനെയാണ് പലപ്പോഴും. അപ്പോൾ ഇത് വളരെ പ്രൊഫഷണലായിട്ട് നമ്മുടെ വള്ളം വേണ്ട തിരിച്ചു വന്നു. എന്തായാലും കളി ഉപേക്ഷിച്ചു എന്നുള്ള വാർത്ത നമുക്ക് കിട്ടി. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ വള്ളംകളിയുടെ ഒരു അരക്ഷിതാവസ്ഥ, അതായത് സംഘാടകർക്ക് ഇത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ മേലെങ്കിൽ ഇത് നടത്താതിരിക്കുക എന്നുള്ളതാണ്. അത്രയും പോലീസ് ഫോഴ്സും കോട്ടയം ടൗണിൻ്റെ നഗരത്തിൻ്റെ അടുത്ത് തന്നെ നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെതിരെ ഒരു കൃത്യമായിട്ട് ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പോലീസിന് പോലും ആകുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വള്ളംകളി നടത്തിയില്ലെന്നും പറഞ്ഞിട്ട് കരഞ്ഞു കൊണ്ടുവരാൻ കുറേ ആൾക്കാരുണ്ട്. ഇനി നടത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. വളരെ കൃത്യമായിട്ട് ഞാൻ ഈ വർഷം 1-2 വള്ളംകളികൾ ഈ രീതിയിൽ ഫൈനൽ മത്സരം നടത്താതെ ചില വള്ളങ്ങളുടെ പിടിവാശി മൂലം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എത്രയോ വള്ള കമ്മിറ്റികളുമാണ് ഇതിൻ്റെ പേര് ബുദ്ധിമുട്ടുന്നത്. കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത ധാരാളം വള്ളങ്ങളുണ്ട്. ഞങ്ങളൊക്കെ പുതിയ ക്ലബ്ബുകളാണ്, പുതിയ ആൾക്കാർ ഈ വള്ളംകളിയിലേക്ക് വരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം വള്ളംകളി തന്നെ നിന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും ആവേശത്തോടെ കുറേ ബോട്ട് ക്ലബ്ബുകളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേസ് ആ CBLൻ്റെ ആദ്യത്തെ മത്സരം അങ്ങനെ ആയിപ്പോയി. നമ്മുടെ പ്ലേയേഴ്സിനെല്ലാം നമ്മൾ കൊണ്ടുപോയി അവർക്ക് ആഹാരം കൊടുക്കേണ്ടതുകൊണ്ട് ആഹാരം കൊടുത്ത് അവരുടെ റെമ്യൂണറേഷനൊക്കെ കഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇരുട്ടി രാത്രിയായി, നമുക്ക് തിരിച്ച് ചങ്ങനാശ്ശേരിയിൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.